ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി ഖല്ലത് ഹീലതി. അതിരിക്കുന്ന സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, അൽ ഇർഷാദ് സെൻട്രൽ സ്കൂളിൽ സാറ് പറഞ്ഞതുപോലെ മുമ്പൊരിക്കൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മൈക്കെടുക്കലും ഈ ഷീറ്റില്ലാത്ത സമയമാണ്, പെരുമഴ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, റബ്ബേ അത് കയ്യിൽ നിന്ന് പോവോ എന്ന് വിചാരിച്ചൊരു സമയത്ത് എന്തോ പെട്ടെന്നൊരു ധൈര്യം വന്നു. ആ സമയത്ത് ഞാൻ കുട്ടികളോടെല്ലാവരോടും പറഞ്ഞു, ഈ മഴ നമുക്ക് പാടാൻ പറ്റുന്നതിൽ ഈ മഴയേക്കാൾ സൗണ്ടിൽ പാടാൻ കിട്ടുന്നൊരു നല്ല അവസരമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പാടണം എന്ന് കുട്ടികളോട് പറഞ്ഞപ്പോൾ, ഞാൻ ഒരുപാട് സ്കൂളുകളിൽ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. പക്ഷേ അൽ ഇർഷാദിലെ കുട്ടികളുടെ ആ അന്നത്തെ ഒരു സൗണ്ട്, ആ ലെവലിനനുസരിച്ചിട്ടുള്ള സൗണ്ട് ഇന്ന് വരെ ഞാൻ വേറെ എവിടെയും കേട്ടിട്ടില്ല. അതാണ് അൽ ഇർഷാദ് സ്കൂളിലെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് ഞാൻ വരുമ്പോഴും എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മക്കളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മക്കളാക്കി, നാളേക്ക് ഉപകരിക്കുന്ന നല്ല മക്കളാക്കി വളർത്തുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് പാട്ടിലേക്ക് കടക്കുകയാണ്. ആദ്യം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് നല്ലൊരു ഭക്തിഗാനത്തോടു കൂടി തുടങ്ങാം. നമുക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, ഈ പാടുന്ന എനിക്ക് ഇങ്ങനെയുള്ള ശബ്ദം തന്ന അല്ലാഹു, നിങ്ങളുടെ മക്കൾ ഓരോരുത്തർക്കും നിരവധി അനവധി കഴിവുകൾ, അനുഗ്രഹങ്ങൾ തന്ന അല്ലാഹു, നമുക്ക് നിൽക്കാനും ഇരിക്കാനും കിടക്കാനും നമുക്ക് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് തന്ന് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് സുന്ദരമായ ഒരു ഭക്തി നിർഭരമായ ഒരു ഗാനം കേട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടിച്ചുപൊളിയിലേക്ക് കിടക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അൽഹംദു പാടി തുടങ്ങാം ഞാൻ തമ്പുരാനേ, ലോകം അജബിനാലെ തീർത്തവന ഖാദിറല്ലാ. അൽഹംദു പാടി തുടങ്ങാം ഞാൻ തമ്പുരാനേ, ലോകം അജബിനാലെ തീർത്തവന ഖാദിറല്ലാ. അൽഹംദു പാടി തുടങ്ങാം ഞാൻ തമ്പുരാനേ, ലോകം അജബിനാലെ തീർത്തവനാം ഖാദിറല്ലാ. അകവും പുറവും അറിയുന്നോൻ, ഉൾപ്പൊരുളെല്ലാം കാണുന്നോൻ. അകവും പുറവും അറിയുന്നോൻ, ഉൾപ്പൊരുളെല്ലാം കാണുന്നോൻ. റാഹിമേ പാടി തുടങ്ങാം ഞാൻ തമ്പുരാനേ, ലോകം അജബിനാലെ തീർത്തവനാം ഖാദിറല്ലാ. അൽഹംദു പാടി തുടങ്ങാം ഞാൻ തമ്പുരാനേ, ലോകം അജബിനാലെ തീർത്തവനാം ഖാദിറല്ലാ. അല്ലാഹദേയ ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മദ്ഹുകൾ. റാഹിമും നീയേ, റാസിഖും നീയേ, പാടുന്നിതാ ഞാൻ അപദാനങ്ങൾ. ജന്മം നൽകിയവനേ, ജീവൻ നൽകിയവനേ, ജന്മം നൽകിയവനേ, ജീവൻ നൽകിയവനേ. സ്വർഗീയ പൂങ്കാവിൽ അഭയം നൽകും നാളിൽ ഇനിയെല്ലാം എല്ലാം അറിയുന്നോനെ, എൻ്റെ നാദങ്ങളെല്ലാം കേൾക്കുന്നോനെ. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ നമുക്കൊരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ഞാൻ ഈ അടുത്ത് ഒരു വാർത്ത, ഞാനും നിങ്ങളും എല്ലാവരും കേട്ട ഒരു വാർത്ത ഉണ്ടായിരുന്നു. അത് അരീക്കോടുള്ള ഒരു സഹോദരി പെട്ടെന്ന് ആത്മഹത്യ ചെയ്തൊരു വാർത്തയായിരുന്നു.
എനിക്ക് ഏറെ എന്താ പറയുക, ഇങ്ങനെയുള്ള ഉമ്മമാരും സഹോദരിമാരും ഇരിക്കുന്ന വേദികൾ കിട്ടുമ്പോഴെല്ലാം ഞാൻ പറയാനുള്ളൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ നമ്മൾ മറ്റൊരാളെയും കാണേണ്ടതില്ല. അല്ലാഹു നമ്മളെ കൈവിട്ടാലും അല്ലാഹു നമ്മളെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും അല്ലാഹു എൻ്റെ കൂടെയുണ്ട്, അതിനുവേണ്ടിയാണ് ഞാൻ കൃത്യമായി നിസ്കരിക്കുന്നത് എന്നുള്ളതൊക്കെ ബോധ്യത്തോടു കൂടി നല്ല ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഈ ഒരു ലോകത്ത് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ഇൻഷാ അല്ലാ. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ ഇല്ലേ? കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾ എൻ്റെ മുന്നിലുണ്ടായത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആവേശം ഉണ്ടായിരുന്നു പാടാൻ. കുട്ടികളൊക്കെ ഒന്ന് കൈവന്തിക്കോ? പരന്ന് വിശാലമായി കിടക്കുകയാണല്ലേ. അപ്പോൾ എവിടെയാണെങ്കിലും അന്നത്തെ സൗണ്ട് എനിക്ക് കേൾക്കണം. കേൾക്കൂലേ? എല്ലാവരും റെഡി ഉണ്ടാവുന്നു? റെഡി എന്ന് പറഞ്ഞേ. സൗണ്ട് പോരാ, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരാം. റെഡി എന്ന് പറഞ്ഞേ. ഇനിയും ഉറക്കെ, കുറച്ചുകൂടി സൗണ്ടില്. അമ്പിളിച്ചേലുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ തൂനാരി ഹാജ പാടു. അമ്പിളിച്ചേലുള്ള തരുണിയാൾ പൂമുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ തൂനാരി ഹാജറ അഴകേറും തങ്കപ്പൂ തൂനാരി ഹാജറ സമ്പൂർണ്ണ ദീനിൽ തിളങ്ങുമി ഹാജറ ത്യാഗങ്ങളേറെ സഹിച്ചു ബി ഹാജറ ആരും പുകഴ്ത്തുന്ന തൂമങ്ക ഹാജറ അഹദായ നാഥനെ സ്നേഹിച്ചു ഹാജറ സംസമിൻ്റെ ചരിത്രത്തിൽ സഫ മർവ കഥയിലും ബീവി ഹാജറ സംസമിൻ്റെ ചരിത്രത്തിൽ സഫ മർവ കഥയിലും ബീവി ഹാജറ പാടു. അമ്പിളിച്ചേലുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാ പൂമുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ തൂനാരി ഹാജറ പറുദീസയിലുണ്ടൊരു മുല്ല പരിശോഭിതമാണ് നബിയുള്ള പാരിൻ പരിശുദ്ധ റസൂലോരെ സല്ലല്ലാഹ് പറുദീസയിലുണ്ടൊരു മുല്ല പരിശോഭിതമാണ് നബിയുള്ള പാരിൻ പരിശുദ്ധ റസൂലോരെ സല്ലല്ലാഹ് ലാഹുത്തിനധിപതി നൂറെ ലാവണ്യത്തിനളിപതറെ ലോഹിൽ നിറഞ്ഞൊരു നായകരെ നബിയെ സബറെ റൂഹേ ലോകം പടൈത്ത പുരാനവനേകിയതിന്നൂറേ ലോഹിൽ നിറഞ്ഞൊരു നായകരെ നബിയെ സബറെ റൂഹേ ലോകം പടൈത്ത പുരാനവനേകിയതിന്നൂറേ ജിന്നും ജമൽ ജിബാലും പറകളൊക്കെ പടച്ചവനെ അഹദേ ജന്നാത്തുൽ ഫിർദൗസിൽ കോർത്തുകുരുത്തൊരു പേർ മുഹമ്മദരെ ജന്നാത്തുൽ ഫിർദൗസിൽ കോർത്തുകുരുത്തൊരു പേർ മുഹമ്മദരെ ഖുദ്സിന്റെ മിനാരമിലൂടെ മാനമിലേറി പറന്നവരെ മിറാജിൽ മന്നാനൊത്ത് മുനാജ നടത്തിയതും മജബേ മുനാജ നടത്തിയതും മജബേ അമ്പിളിച്ചേലു ഇമ്പത്തരുണിയാ പൂമുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ തൂനാരി ഹാജറ അഴകേറും തങ്ക
തങ്കപ്പൂ തൂ നാരി ഹാജറ അഴകേറു തങ്കപ്പൂ തൂ നാരി ഹാജറ. ഖുലു തക്ബീർ. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അടുത്ത പാട്ട് ഞാൻ എല്ലാ സമയത്തും എപ്പോഴും പ്രോഗ്രാമിന് പോയാൽ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ. ഏതാ? നമുക്ക് രാവിലെ സ്കൂളിലേക്ക് വരാൻ ഭക്ഷണം തന്ന് നമ്മൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ റെഡിയാക്കി വസ്ത്രമൊക്കെ ധരിപ്പിച്ച് കൃത്യസമയത്ത് സ്കൂളിലേക്ക് അയക്കുന്നത് ആരാ? സ്കൂളിലേക്ക് ഇങ്ങോട്ട് അയക്കുന്നത് ആരാ? ആ ഉപ്പ ഉമ്മ. അത് പാട്ടാണോ ഒരു ഉത്തരം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും ഉമ്മയെ കുറിച്ചിട്ടുള്ളൊരു പാട്ട് ഞാൻ എപ്പോഴും എല്ലായിടത്തും പാടാറുണ്ട്. അപ്പോഴാണ് ശരിക്ക് എനിക്ക് ഓർമ്മ വരുന്നത് കൈതപ്പൊയിലിൽ അടിവാരത്തുള്ള ഈ അടുത്ത് സുബൈദ എന്ന ഒരു ഉമ്മയെ കൊലപ്പെടുത്തിയ മകനെ കുറിച്ച്. ദയനീയമായ ആ ഒരു രംഗം, അന്നത്തെ ഒരു രംഗം പ്രിയ ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ നെഞ്ചത്തിങ്ങനെ തറച്ചിപ്പോഴുമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്നത്തെ ദിവസം ഉമ്മയെ ഉമ്മാ എന്ന് നീട്ടി വിളിക്കാനുള്ള ഒരു മനോധൈര്യം എനിക്ക് വരുന്നില്ല. കാരണം അത്രയേറെ കഷ്ടപ്പെട്ട് പോറ്റിയ നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ലഹരി എന്ന ആ മഹാമാരി തന്നെയാണ്. അള്ളാഹു അങ്ങനെയുള്ള മഹാമാരികളെ തൊട്ട് നമ്മുടെയും നമ്മളെ മക്കളെയും കുടുംബത്തെയും നാട്ടുകാരെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവിടെയാണ് ശരിക്കും ഇങ്ങനെയുള്ള സ്കൂളുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് കാര്യം നമ്മുടെ മർക്കസിൻ്റെയും നമ്മുടെ ഇങ്ങനെയുള്ള ഇസ്ലാമിക് പരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ചെറുപ്പം മുതലേ ശീലിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മുടെ മക്കളുടെ അള്ളാഹ് ആകെ കൺട്രോൾ പോകും. ഇപ്പോൾ ഇങ്ങോട്ട് കയറാം അല്ലേ? ഓക്കെ. അല്ല ഇവിടുന്നോട്ടെ സാറേ, ഇവിടുന്നോട്ട്. ഇവിടുന്ന് മതി, ഇങ്ങോട്ട് വന്നു എല്ലാവരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇങ്ങനെയുള്ള ചെറുപ്പം മുതലേ നമ്മുടെ മക്കളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അള്ളാഹുവിനെയും പഠിപ്പിക്കുന്ന ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കുള്ള ഒരു പവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ ആ ഒരു വാർത്തയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. ചെറുപ്പത്തിലുള്ള കുട്ടികളെ നമ്മൾ ഇങ്ങനെ മുത്തുനബിയെ പഠിപ്പിക്കുമ്പോൾ, മുത്തുനബി പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ആ കുട്ടികൾ ചെറുപ്പം മുതലേ ഫോളോ ചെയ്തു വരുമ്പോൾ